അപ്പോൾ 2025 ഉത്തരാട രാത്രിയിൽ കേരള പ്രവാസി ധാർ മലയാളികൾ ഓണത്തിൻ്റെ തയ്യാറെടുപ്പിലാണ്. നാളെ തിരുവോണം ആഘോഷിക്കാനുള്ള സദ്യയുടെ കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ആ ദൃശ്യം നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇവിടെ ആദർശാണ് ഇപ്പോൾ ഫസ്റ്റായിട്ട് അവിയലിൻ്റെ കഷ്ണം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദർശ്. വാണി അമ്മയും കൂടിയിട്ട് ധന ക്യാരറ്റിൻ്റെ ഗ്രൈൻഡ് ചെയ്തൊരിക്കുന്നു. ബീട്രൂട്ടാണ് ബീട്രൂട്ടാണ്. അപ്പോൾ ലത നോക്കിയിരിക്കുകയാണ്. ലത സൂപ്പർവൈസിംഗ് ആണ് ഇവിടെ. സൂപ്പർവിഷനാണ്. പിന്നെ ഇവിടെ സുപ്പീരിയർ ആയിട്ടുള്ള സൂപ്പർവൈസർ ഇവിടെ ഉണ്ട്. കോടി കേൾപ്പിച്ചിട്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണി കഴിഞ്ഞു. അദ്ദേഹത്തിന് ചൊറിയുന്ന സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു, ചേന. അതുകൊണ്ട് അനങ്ങാതിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇത് വാണിയുടെ അച്ഛനാണ്. അദ്ദേഹം ആഫ്രിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ് ധാറിൽ. അപ്പോൾ ആദ്യത്തെ ഓണമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ സാറിന് നാട്ടിലത്തെ ഓണവും ആഫ്രിക്കയിലത്തെ ഓണവും തമ്മിൽ എന്താ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ പറയാനുള്ളത് എന്താണ് അഭിപ്രായം? രണ്ട് ഓണവും അടിപൊളിയാണ്. ആഫ്രിക്കയിൽ കുറച്ചും കൂടി നമുക്ക് സന്തോഷമുണ്ട്. കാരണം അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളാണ്. കുറച്ചുകൂടി ഇതാണ്. ഇവിടെ പിന്നെ നമ്മൾ ഒന്ന് കണ്ടോണ്ടിരുന്നാൽ മതി. അതെ, തീർച്ചയായിട്ടും. എന്നാലും അപ്പോൾ ചുരുക്കി പറഞ്ഞ പ്രവാസി മലയാളികളാണ് കൂടുതലും നന്നായിട്ട് ഓണം ആഘോഷിക്കുന്നത്. അവിടെ സൗത്ത് ആഫ്രിക്കയിലെ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 മാസത്തെ ഓണമാണ്. അതിന് മുമ്പ് കലാപരിപാടികളും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ കലാപരിപാടി ഒക്കെ ഉണ്ടാവും. അതെ. അപ്പോൾ സാറിന് എങ്ങനെയാണ് ചെറുപ്പകാലത്തെ ഓണം ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഓണം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതെ, ഓണം എപ്പോഴും നാട്ടിലെ ഓണമാണ് സാറേ. മാതാപിതാക്കളോട് ഒന്നിച്ചുള്ള ഓണം അതൊരു ഓണമാണ്. ഓക്കെ. രാവിലെ എഴുന്നേറ്റ് ആഹാരം തയ്യാറാക്കുക, അത് അച്ഛൻ്റെ ഒക്കെ പണിയാണ്. 7 മണിയാകുമ്പോഴത്തേക്ക് ആഹാരം എല്ലാം തയ്യാറായിരിക്കും. അതെ, എല്ലാം ഒരു ഓർമ്മ. അപ്പോൾ ഇന്നും ഓരോ വർഷം നമ്മളിവിടെ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ തീർച്ചയായിട്ടും ഓർക്കണു എന്നുള്ളതാണ് വളരെയധികം പ്രത്യേകത. പിന്നെ നമ്മളിപ്പോൾ അന്യനാട്ടിലാണെങ്കിൽ പോലും ഇവിടുത്തെ കേരളത്തിലെ പോലെ തന്നെ ഒരുവിധമൊക്കെ പറ്റാവുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ അതേപോലെ തന്നെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അതാണ്. അതെ. അപ്പോൾ വാണിയുടെ അമ്മ തിരുവനന്തപുരത്ത് ആണ് താമസം. അപ്പോൾ തിരുവനന്തപുരത്ത് ഓണമൊക്കെ എങ്ങനെ ആഘോഷിക്കും? ഇതുപോലെ ഞങ്ങൾ എല്ലാവരോടും ചേർന്ന് കുക്ക് ചെയ്യും. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ക്ലബുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ ഓണപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെ ഇമ്പം ചേർന്നൊരു ഓണമായിരിക്കും. അതെ. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരുടെയും എക്സ്പീരിയൻസ് പറയുന്നത് ഓണം. അപ്പോൾ വാണി കോളേജ് ജീവിതത്തിലും സ്കൂൾ ജീവിതത്തിലും ഒക്കെ ഓണത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുന്നത് നല്ലതാണ്. അതെ. കോളേജിലായതിനു ശേഷം പിന്നെ ഭയങ്കര ഓണം സെലിബ്രേഷൻ ആയിരുന്നു. സെറ്റും മുണ്ടും പിന്നെ അവിടെ പരിപാടികള്, പിന്നെ പൂക്കള മത്സരം, തിരുവാതിരക്കളി, അതെ. അല്ലാത്ത ഡാൻസുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു ദിവസം മൊത്തം പ്രോഗ്രാം ഉണ്ടാവും കോളേജിലൊക്കെ ആവുമ്പോൾ. സമാപനം പോലെ. അതെ തീർച്ചയായിട്ടും. അല്ല, ഇപ്പോൾ നിങ്ങളുടെ കല്യാണത്തിന് സമയത്ത് നാട്ടിൽ വന്നപ്പോൾ അവിടെ തൃശ്ശൂരൊക്കെ ഞാൻ കാണുന്നുണ്ടായി. ഇങ്ങനെ എല്ലാ സ്കൂളിലും കുട്ടികൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. അല്ല, ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആദർശൻ എന്താ പറയാനുള്ളത്? അതെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വാണിയാണ് ആദർശിൻ്റെ മിസ്സിസ്. അതിൻ്റെ ഒരു വൈബിലാണ്. അതിൻ്റെ ഒരു വൈബുണ്ട് തീർച്ചയായിട്ടും. അല്ലെങ്കിലും ഞങ്ങൾ ധാരാളം നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. സ്കൂളിലെ ഓണത്തിന് നമ്മൾ അതെ ഒരു ദിവസം മുമ്പ് പോയിട്ട് പച്ചക്കറിയെല്ലാം അരിഞ്ഞ് പിന്നെ അവിടെ പിറ്റേ ദിവസം ഓണത്തിന്റെ ഓരോരോ പരിപാടികളും റേസും ചോക്ലേറ്റ് പറക്കലും എല്ലാം ഉണ്ട്. അപ്പൊ അത് മിസ് ചെയ്യുന്നു. അതെ. ഓക്കെ. ബാക്കി ഇപ്പം പൊതുവെ
ഒരു ഓണം അതെ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അതെ തീർച്ചയായിട്ടും അപ്പോൾ വാണി ഇതെല്ലാം പഠിച്ചിരിക്കണം, എന്തെല്ലാം എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ പഠിച്ചിരിക്കണം, നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നമുക്ക് ഒരു ആശംസ നേരാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും ധാർ മലയാളി അസോസിയേഷൻ്റെ പേരിൽ. അപ്പോൾ എല്ലാവരും ഓണാശംസ. ഓണം ഓണാശംസ. ഞാൻ പറഞ്ഞു പറയുന്ന ആളായിരുന്നു.